അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറഹ് ബഖറ 221 ആയത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ എടുത്തു വെച്ചത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ബാക്കി വരുന്ന ഭാഗങ്ങൾ നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഅമതും മുഅ്മിനത്തുൻ ഖൈറും മിൻ മുശ്രികത്തിൻ വലൗ അഅജബത്കും ولا تنكحوا المشركين حتى يؤمنوا ولعبد مؤمن خير من مشرك ولو أعجبكم ولأمة مؤمنة. വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ വട്ടത്തിൽ പിടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പല്ലിനെ ചുണ്ടിൽ തട്ടിക്കാതെ നോക്കുക കേട്ടോ. താക്ക് വൊമ്മ തെൻവീനാണ് വന്നിട്ടുള്ളത്. തെൻവീനിന് ശേഷം ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരമായിട്ടുള്ള മീമ് വന്നു. തെൻവീനിലുള്ള നൂനിനെ മീമിലേക്ക് ലയിപ്പിച്ച് ഒന്നയോടുകൂടി ഓതാനായിട്ട് ശ്രദ്ധിക്കുക. ഹംസ ഖൽഖല ലെറ്ററില്ലാത്തത് കൊണ്ട് നമ്മൾ ഹാഫ് സുക്കൂന് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. മുഅ്മിനത്തുൻ ഖൈറും മിൻ മുശ്രിക. ഇവിടെ താക്ക് വൊമ്മ തെൻവീന് വന്നു. തെൻവീനിന് ശേഷം ഇവഹാറിൻ്റെ ലെറ്ററായിട്ടുള്ള ഹ വന്നിട്ടുണ്ട്. തെൻവീനിലുള്ള നൂനിൻ്റെ സൗണ്ടിനെ വ്യക്തമാക്കി മണിക്കാതെ ഓതിക്കൊടുക്കുക. മുഅ്മിനത്തുൻ ഖൈർ അതുപോലെയാണ് ഓതേണ്ടത് കേട്ടോ. ഹ ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, ഉയർത്തിയിട്ട് ഉച്ചരിക്കണം. ഇവിടെ റോക്ക് വൊമ്മ തെൻവീന് വന്നു. തെൻവീനിന് ശേഷം വീണ്ടും ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരമായിട്ടുള്ള മീമ് വന്നു. തെൻവീനിലുള്ള നൂനിനെ മീമിലേക്ക് ലയിപ്പിക്കും ചെയ്യുക. അതോടൊപ്പം തന്നെ ഉന്ന കൊടുക്കും ചെയ്യുക കേട്ടോ. ഖൈറും മിൻ മുശ്രിക അതുപോലെ ഓതുക. നൂൻ സാക്കിനക്ക് ശേഷം ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരമായിട്ടുള്ള മീമ് വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ നൂൻ സാക്കിനയെ മീമിലേക്ക് ലയിപ്പിച്ച് ഉന്നയോടുകൂടി ഓതാനായിട്ട് ശ്രദ്ധിക്കുക. ഷീൻ ഖൽഖല ലെറ്ററില്ലാത്തത് കൊണ്ട് നമ്മൾ ഹാഫ് സുക്കൂന് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. മുശ്രിക എന്നോതരുത്. മുശ്രിക റോക്ക് കെസ്റയാണ്. രീ എന്നുള്ള സൗണ്ട് കൊടുക്കുക, ലൈറ്റാക്കി കൊടുക്കുക കേട്ടോ. കാഫ് ഉച്ചരിക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ചെരിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. താക്ക് കെസ്ര തെൻവീന് വന്നു. തെൻവീനിന് ശേഷം ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരമായിട്ടുള്ള വാവ് വന്നു. തെൻവീനിലുള്ള നൂനിനെ വാവിലേക്ക് ലയിപ്പിച്ച് ഒന്നയോടുകൂടി ഓതാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ വട്ടത്തിൽ പിടിച്ചു കൊടുക്കുക. വലൗ അഅജബത്കും ഐൻ ഖൽഖല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഐൻ്റെ സൗണ്ട് വരുന്നത് വസത്തുൽ ഹൽഖാണ്, തൊണ്ടയുടെ മധ്യഭാഗം. മഖ്റജ് വരുന്നത് തൊണ്ടയുടെ മധ്യഭാഗമാണ്. സൗണ്ടിന് ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക കേട്ടോ. ത സുക്കൂനാവുന്ന സമയത്ത് ഹാഫ് സുക്കൂന് കൊടുക്കും വേണം. ഖൽഖല ലെറ്ററിലല്ലോ, അപ്പോൾ ഹാഫ് സുക്കൂന് കൊടുക്കും ചെയ്യുക. അതോടൊപ്പം തന്നെ കുറച്ച് എയർ പാസ് ചെയ്യണ സൗണ്ടും കൊടുത്തിട്ട് ഉച്ചരിക്കുക. അഅജബത്കും അതുപോലെ ഓതാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള ഖിലയാണ് വന്നിട്ടുള്ളത്. നമുക്കവിടെ വഖഫ് ചെയ്യലാണ് ഉത്തമം. ഇനി നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ മീമിന് ഹാഫ് സുക്കൂന് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. വലാ തുൻകിഹു വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ വട്ടത്തിൽ പിടിച്ചു കൊടുക്കുക. പല്ലിനെ ചുണ്ടിൽ തട്ടിക്കാതെ ഉച്ചരിക്കുക കേട്ടോ. ലാമിൻ്റെ കൂടെ അലിഫ് മദ് വന്നു. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. തുൻകിഹു നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫാൻ്റെ ലെറ്ററായിട്ടുള്ള കാഫ് വന്നു. നൂൻ സാക്കിനയെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക. തുൻകിഹു നോദിപ്പോവരുത്. തുൻകിഹു ഹ സൗണ്ട് വരുന്നത് മഖ്റജ് വരുന്നത് വസത്തുൽ ഹൽഖാണ്, തൊണ്ടയുടെ മധ്യഭാഗം. അപ്പോൾ സൗണ്ടിനെ ഹ എന്നുള്ള അക്ഷരത്തിൻ്റെ സൗണ്ടായി പോവാതെ ഹ എന്നുള്ള സൗണ്ട് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. വൗമദ് കൂടെ വന്നിട്ടുണ്ട്. വൗമദിന് നമ്മൾ കൂട്ടി ഓതുമ്പോൾ കട്ട് ചെയ്ത് കൊടുക്കുക. ഹംസത്തുൽ വസ്ൽ വന്നല്ലോ. ഹംസത്തുൽ വസ്ലിന് മുന്നേ ഏത് മദ് വന്നാലും നമ്മൾ കട്ട് ചെയ്തിട്ട് ഉച്ചരിക്കുക. ലാമ് ഖൽഖല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. ഷീനിനും ഹാഫ് സുക്കൂന് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. മുശ്രിക്കീന നോദിപ്പോവരുത്. മുശ്രിക്കീന അതുപോലെ ഓതുക കേട്ടോ. റോക്ക് കെസ്റയാണ്. രീ എന്നുള്ള സൗണ്ട് കൊടുക്കുക, ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക. കാഫിൻ്റെ കൂടെ യാമദ്ദാണ് വന്നിട്ടുള്ളത്. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. മുശ്രിക്കീന ഹത്താ യുഅ്മിനൂ ഹ എന്നുള്ള അക്ഷരത്തിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്ത് തന്നെ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഹ എന്നുള്ള അക്ഷരത്തിൻ്റെ സൗണ്ടായി പോവാതെ നോക്കുക. ഹ ഹ ഈ 2 അക്ഷരങ്ങൾ തമ്മിലുള്ള സൗണ്ടിലെ വ്യത്യാസം നമ്മുടെ പാരായണത്തിലും കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. താക്ക് ശ്രദ്ധ വന്നിട്ടുണ്ട്. 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കണം.
അലിഫ് സ്വഗൈറയാണ് കൂടെ വന്നിട്ടുള്ളത്. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. യു മീനു ഹംസ കൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. യു മീനു എന്ന് ഓതിപ്പോവരുത്. യു മീനു അതുപോലെ ഓതാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള ജീമ് വന്നിട്ടുണ്ട്. വഖഫും വസ്ലും നമുക്കവിടെ അനുവദനീയമാണ്. വഖഫ് ചെയ്യുമ്പോൾ 2 കൗണ്ട് നീട്ടിയിട്ട് വഖഫ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. വലഅബ്ദും മുഅ്മിൻ വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ വട്ടത്തിൽ പിടിച്ചു കൊടുക്കുക. അയനിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്ത് തന്നെ കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. ബ കൽക്കല ലെറ്റർ ആയതുകൊണ്ട് ഫുൾ സുക്കൂന് കൊടുക്കുക കേട്ടോ. വലഅബ്ദും മുഅ്മിൻ ദാലിന് വമ്മ തെൻവീന് വന്നു. തെൻവീനിന് ശേഷം വീണ്ടും ഇദാം ബഹുനയുടെ അക്ഷരമായിട്ടുള്ള മീമ് വന്നു. തെൻവീനിലുള്ള നൂനിനെ മീമിലേക്ക് ലയിപ്പിച്ച് ഒന്നയോടുകൂടി ഓതാനായിട്ട് ശ്രദ്ധിക്കുക. ഹംസക്ക് ഹാഫ് സുക്കൂന് കൊടുക്കാനും ശ്രദ്ധിക്കുക കേട്ടോ. നൂനിന് വമ്മ തെൻവീന് വന്നു. തെൻവീനിന് ശേഷം ഇവഹാറിൻ്റെ ലെറ്ററായിട്ടുള്ള ഹ വന്നിട്ടുണ്ട്. അപ്പോൾ തെൻവീനിലുള്ള നൂനിൻ്റെ സൗണ്ടിനെ നന്നായിട്ട് തെൻവീനുള്ള നൂനിൻ്റെ സൗണ്ടിനെ വ്യക്തമാക്കി മണിക്കാതെ ഓതിക്കൊടുക്കുക. വലഅബ്ദും മുഅ്മിനുൻ ഖൈറും മിൻ മുശ്രിക്. മുഅ്മിനുൻ ഖൈറും മിൻ മുശ്രിക് അതുപോലെ ഓതുക കേട്ടോ. മുഅ്മിനുൻ നുൻ എന്നുള്ള സൗണ്ട് അവിടെ കേൾപ്പിക്കുക, വ്യക്തമായിട്ട് കേൾപ്പിക്കുക. ഹ ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. റോക്ക് വമ്മ തെൻവീന് വന്നു. തെൻവീനിന് ശേഷം ഇദാം ബഹുനയുടെ അക്ഷരമായിട്ടുള്ള മീമ് വന്നു. തെൻവീനിലുള്ള നൂനിനെ മീമിലേക്ക് ലയിപ്പിക്കുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ ഉന്ന കൊടുക്കുകയും ചെയ്യുക കേട്ടോ. ഖൈറും മിൻ മുശ്രിക്. വീണ്ടും നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇദാം ബഹുനയുടെ അക്ഷരമായിട്ടുള്ള മീമ് വന്നു. നൂൻ സാക്കിനയെ മീമിലേക്ക് ലയിപ്പിച്ച് ഒന്നയോടുകൂടി ഓതാനായിട്ട് ശ്രദ്ധിക്കുക. റോക്ക് കെസ്രയാണ്. രീ എന്നുള്ള സൗണ്ട് കൊടുക്കുക, ലൈറ്റാക്കി കൊടുക്കുക. കാഫിന് കെസ്ര തെൻവീനാണ് വന്നിട്ടുള്ളത്. തെൻവീനിന് ശേഷം ഇദാം ബഹുനയുടെ അക്ഷരമായിട്ടുള്ള വാവ് വന്നു. തെൻവീനിലുള്ള നൂനിനെ വാവിലേക്ക് ലയിപ്പിക്കുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ ഒന്ന കൊടുത്തിട്ട് ഓതാനും ശ്രദ്ധിക്കുക. വലൗ അഅജബകും അതിൻ്റെ സൗണ്ട് തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്ന് തന്നെ കൊണ്ടുവരിക. ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക കേട്ടോ. ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള കൈലയാണ് വന്നിട്ടുള്ളത്. വഖഫ് ചെയ്യലാണ് ഉത്തമം. ഇനി നമ്മളിവിടെ വഖഫ് ചെയ്യുന്ന സമയത്ത് ഹാഫ് മീമിന് ഹാഫ് സുക്കൂന് കൊടുത്തിട്ട് വഖഫ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.